പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു ചൊവ്വാഴ്ച ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്ന മേഖലകളിൽ ശരിക്കും മനസ്സൊക്കെ ഇടിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. അതൊരു സംഭവമാണ് അല്ലെ സഹോദരങ്ങൾ. അതായത് മനസ്സിടിഞ്ഞു പോകുന്ന അവസ്ഥ നമ്മുടെ പ്രിയ സഹോദരങ്ങൾ മനസ്സിടിയാൻ അനുവദിക്കരുത്. കാരണം കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനം. അതിനെ വെളിപ്പെടുത്താണ്: ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. അതിനായിട്ടുള്ള അവസരമാണ് സഹോദരങ്ങളെ നമ്മുടെ ഇടവക പള്ളിയിലെ ഓരോ ദിവസം പരിശുദ്ധ കുർബാന അല്ലെ, ദിവ്യകാരുണ്യം, അതുപോലെ കുടുംബ പ്രാർത്ഥന, വചനവായന. പിന്നെ വ്യക്തിപരമായിട്ട് കുറച്ചേരൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മളെ ശരിക്കും മനസ്സ് ഇടിഞ്ഞിട്ട് ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി സഹോദരങ്ങളെ. നമ്മുടെ വ്യക്തി ജീവിതത്തില് യേശുക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തില് ഓൾറെഡി വീഴ്ച വന്ന് കഴിഞ്ഞിരിക്കും. അപ്പോഴാണ് നമ്മൾ, അല്ലെങ്കിൽ എത്ര വലിയ പ്രശ്നം വന്നാലും പ്രിയ സഹോദരങ്ങളെ, ആ പ്രശ്നത്തിന്റെ മേലെ നമ്മള് ലൂക്ക 10:19 ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മേൽ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നില്ലേ. അപ്പൊ ശരിക്കും നമുക്ക് ഈ ഒരു അഭിഷേകം കിട്ടും. എത്ര പ്രശ്നം വന്നാലും നമ്മൾ തളരുകയില്ല. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, ജീവിതത്തിൽ ഒരു നാളും അശക്തനാകില്ല, കർത്താവാണ് എൻ്റെ ദൈവം. അപ്പൊ നമ്മൾ അശക്തരാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രതികൂലങ്ങളുടെ മുമ്പിൽ നമ്മൾ മനസ്സ് ഇടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാൻ സഹോദരങ്ങളെ ഈശോയുടെ വചനം നമ്മെ നിർബന്ധിക്കുന്നു. രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.